നിങ്ങളെ നേർവഴിക്ക് നയിക്കേണ്ടവർ നിങ്ങൾക്ക് കഴിയുള്ളൂ. എല്ലായ്പ്പോഴും പാരൻസിന് നിങ്ങളുടെ പുറകെ വരാൻ പറ്റില്ല, എല്ലാ ടീച്ചേഴ്സിന് നിങ്ങളുടെ പുറകെ വരാൻ പറ്റുമോ? പറ്റില്ല. സോ നമ്മളാണ് മറ്റുള്ളവരോട് എതിരാളികളായി കണ്ടിട്ട് കിട്ടുന്നൊരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് നെഗറ്റീവ്. ഗുഡ് മോർണിംഗ്. ഗ്രേറ്റ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് 2 തരത്തിലാണ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക. 2 തരം ആളുകൾ. ഒന്ന് നമ്മുടെ സഹപാഠികളാണ്. സഹപാഠികൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടോ? ഒരു പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ കഴിയടാ, നിനക്ക് പറ്റും, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഞാനില്ല കൂടെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വേറെ ഫീലാണ്. ആമേ കറക്റ്റ് അല്ലേ? അതേസമയം മറ്റൊരു തരം ആളുകളുണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, എതിരാളികൾ. എതിരാളികളും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, ഞാനും കാണട്ടെ, ഞാനും കുറേ കാലമല്ല തുടങ്ങിയിട്ട്. അപ്പോഴോ മോട്ടിവേഷൻ തന്നെയല്ല നമുക്ക് കിട്ടണേ? ആണ്. അപ്പോഴും കിട്ടുക മറ്റൊരു മോട്ടിവേഷനാണ്. ഇന്നത്തെ കാലത്ത് അധിക ആളുകളും മോട്ടിവേഷൻ നേടുന്നത് സഹപാഠികളിൽ നിന്നല്ല, എതിരാളികളിൽ നിന്നാണ്. എല്ലാവർക്കും വേണ്ടത് എതിരാളികളാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നത് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ, ഉദാഹരണത്തിന് ഗെയിം കളിക്കുകയാണെങ്കിലും അയാൾ ആരോടാണ്? അയാളുടെ മുമ്പിലുള്ള ആൾ എതിരാളികളാണ്, അവരാണ് വെടിവെച്ച് കൊല്ലണേ അല്ലേ? ഒരു ആശയത്തിന് പിൻബലമുള്ള ഒരാൾക്ക് മറ്റൊരു ആശയമുള്ള ആളുകൾ എതിരാളികളാണ്. അങ്ങനെ ആശയമുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴാണ് ഇവർക്കൊരു അസ്തിത്വമുള്ളത്, അല്ലെങ്കിൽ വേറെ ആരും എതിർക്കാനില്ലെങ്കിൽ ഇവർക്കൊന്നുമില്ല. അപ്പോൾ എതിരാളികളെ കൂടുതൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അതുകൊണ്ടല്ലേ ഒരു സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികളും മലയാളം മീഡിയത്തിലെ കുട്ടികളും തമ്മിൽ അടി. ഇപ്പോൾ മലയാളം മീഡിയം കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എതിരാളികളാണ് അല്ലേ? ഒരേ നാട്ടിൽ ഒരേ ഭാഷ പറയുന്ന ആളുകൾ തൊട്ടപ്പുറത്ത് അതിർത്തി പ്രദേശം വേറെ ഭാഷയെ സംസാരിക്കുന്നു, അപ്പോൾ അത് എതിരാളികളാവുന്നു. ജാതിയുടെ പേരിൽ അപ്പുറത്തുള്ള ആളുകൾ എതിരാളികളാകുന്നു. ഈ സഹപാഠികളെ സൃഷ്ടിക്കണമെങ്കിൽ 2 വിഭാഗത്തു നിന്നും 2 ഭാഗത്തു നിന്നും ആളുകൾ ശ്രമിക്കണം. ഞാൻ മാത്രം ആഗ്രഹിച്ച സഹപാഠികൾ ഉണ്ടാവോ? ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എന്നോടൊപ്പം ചേരാനും ഞാൻ പറയുന്നത് കേൾക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ പറ്റുന്ന ഒരാളും കൂടി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് സഹപാഠികളെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. പക്ഷേ എതിരാളികളെ സൃഷ്ടിക്കാനോ? ഞാൻ ഒരാൾ മതി, ഞാൻ മാത്രം വിചാരിച്ചാൽ മതി. ഒക്കെ എന്നോട് എന്തോ ഉണ്ട്, എന്നെ തുറച്ചു നോക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം, ഇത് മതി. നമ്മുടെ മൈൻഡ് സെറ്റാണ് മറ്റുള്ളവരെ നമ്മൾ എതിരാളികളാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, അല്ല സാറേ, ചില ആളുകൾ നമ്മളെ ആക്രമിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടണം, പക്ഷെ അതിൻ്റെ പേരിൽ കാലാകാലം അവരോട് ദേഷ്യം പിടിച്ചിടുന്നാലോ? കാര്യമില്ല, ഇല്ല. അപ്പോൾ നമ്മൾ മൈൻഡിൽ മറ്റുള്ളവരോട് എതിരാളികളായി കണ്ടിട്ട് കിട്ടുന്നൊരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് നെഗറ്റീവാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓരോ, ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ വരുമ്പം കണ്ടൊരു വാർത്തയാണ്, ഒരു ഓട്ടോ ഡ്രൈവർ വെടിയേറ്റ് മരിച്ചു, ഭാര്യ അറസ്റ്റിൽ. അപ്പം അതുവരെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് എതിരാളിയായി. എപ്പോഴെന്നറിയോ? വേറെ ആളോട് ചാറ്റ് തുടങ്ങി, അതെങ്ങനെ തുടങ്ങി, അതിൽ പ്രത്യേക രസമൊക്കെ തുടങ്ങിയപ്പോൾ സ്വന്തം കൂടെയുള്ള ഭർത്താവ് കണ്ടു, എന്താണെന്ന് ചോദിച്ചു. നീ എന്നോട് എന്താണെന്ന് ചോദിക്കാനോ, ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങും മെസ്സേജ്, ഇതാ ഇറങ്ങിയിട്ടുണ്ട്, ഇന്ന സമയത്ത് അവിടെ എത്തും, മൂപ്പർ ഇത്ര സ്പീഡിൽ പോകാറുള്ളതുകൊണ്ട് അതിനനുസരിച്ച് വന്നാൽ മതി, അവിടുന്ന് വെടിവെച്ചോ കറക്റ്റ് കൊള്ളും, പിന്നെ തീർന്ന്. പിന്നെ നമ്മുടെ ലൈഫ് അതൊക്കെ അതുവരെ കൂടെ ഉണ്ടായിരുന്ന സ്വന്തം മക്കളുടെ അച്ഛൻ എതിരാളിയായി. അങ്ങനെ എതിരാളികളെ സൃഷ്ടിക്കാൻ പ്രത്യേകിച്ച് റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കുറേ കാലങ്ങൾ അതിൻ്റെ പുറകെ പോകേണ്ടതില്ല. സോ ഞാൻ നിങ്ങളോട് ആദ്യമായി പറയാൻ ആഗ്രഹിക്കണം, ആസ് എ CEO ഓഫ് സ്കില്ലേജ്, നിങ്ങളിവിടെ വരുന്നു, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന്, നിങ്ങൾക്ക് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റ്, SEO മാർക്കറ്റിംഗ് അല്ലേ, അതുപോലെ തന്നെ എന്താ പറയുക, മെറ്റ ആർട്സ്, ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടാകുക. അതുപോലെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ HR, ഓപ്പറേഷൻ, അഡ്മിൻ, അതുപോലെ തന്നെ അക്കൗണ്ട്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. പക്ഷെ അതിലുപരി പറയാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്, വി ആർ നോട്ട് ഗോയിങ് ടു ടീച്ച് യു, അത് പറ്റില്ല, ഒരാളെയും പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് ഏത് രൂപയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുള്ള ഒരു നല്ല ചിറക് നിങ്ങൾക്ക് നൽകാൻ, ഉയരങ്ങളിലേക്ക് പറക്കാൻ ആവശ്യമായ ചിറകുകൾ നൽകാനുള്ള ഒരു ശ്രമമാണ് സ്കില്ലേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതാണ് ഏറ്റവും പ്രധാനമായി ഞങ്ങൾ നിങ്ങളിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാച്ച് മുതൽ ഞങ്ങൾ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് വേണ്ടി ലൈഫ് ലാബ് ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരാഴ്ചത്തെ ലൈഫ് ലാബ്. സന്തോഷമായില്ലേ കേൾക്കുമ്പോൾ? എന്താണെന്ന് അറിയില്ല അല്ലേ?
അതുകൊണ്ട് സന്തോഷമില്ല. അതുകൊണ്ട് സന്തോഷമില്ല. ഏതായാലും നമ്മുടെ ജീവിതത്തിന് ഒരു നല്ല വഴികാട്ടിയാകാനുള്ള ഒരു പ്രചോദനമാകാനുള്ള ഒരു 5 ദിവസത്തെ ക്യാമ്പ് നിങ്ങൾക്ക് വേണ്ടി. അത് ലൈഫ് ലാബാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ കൃത്യമായി നേർവഴിക്ക് നയിക്കേണ്ടവരാരാ? ആരാ? നിങ്ങളുടെ പാരൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണോ? ഭർത്താക്കന്മാർ? അത് പറഞ്ഞപ്പോൾ അല്ല, ബാക്കിയൊക്കെ അങ്ങനെ ആയിരിക്കാം. നിങ്ങളെ നേർവഴിക്ക് നയിക്കേണ്ടവർ നിങ്ങളാ. നിങ്ങൾക്ക് കഴിയുള്ളൂ. എല്ലായ്പ്പോഴും പാരൻസിന് നിങ്ങളുടെ പുറകെ വരാൻ പറ്റില്ല, അല്ല ടീച്ചേഴ്സിന് നിങ്ങളുടെ പുറകെ വരാൻ പറ്റുമോ? പറ്റില്ല. സോ നമ്മളാണ്. അപ്പോൾ നമ്മളാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, നമ്മളാണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്, നമ്മളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്, നമ്മളാണ് ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ മറികടന്ന് ഉയരങ്ങളിലേക്ക് പോകേണ്ടത്. സോ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ലൈഫാണ്, ജീവിതമാണ്. എന്താണ് ജീവിതമെന്ന് നമ്മൾ അറിയണം. എങ്ങനെയാണ് ഓരോ ആളുകളും ഓരോന്നിൽ പെട്ടുപോകുന്നത് നമ്മൾ അറിയണം. എങ്ങനെയാണ് ആളുകൾ മോട്ടിവേറ്റഡ് ആവുന്നതെന്ന് അറിയണം. എന്താണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. അത് നമുക്ക് ഇവിടുന്ന് ലേൺ ചെയ്യണം. ആ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലൂടെ നടന്നു പോകേണ്ട കാര്യമല്ല, അല്ലാതെ ഒരാൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇൻജക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. സോ നമ്മൾ ആഗ്രഹിക്കുന്ന 5 ദിവസത്തെ ലൈഫ് ലാബാണ്. ഇന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരുന്നു, കൂടുന്നു, ഇവിടുത്തെ ഒരു ഒഫീഷ്യൽസായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അടുത്ത 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ 5 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ. അപ്പോൾ അത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് 3 ദിവസമാണ് ക്ലാസ് ഉണ്ടാകുക, പക്ഷേ അടുത്ത ആഴ്ച 5 ദിവസം ക്ലാസ് ഉണ്ടാകും. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് രാവിലെ മുതൽ ഉച്ചവരെയാണ് ക്ലാസ് ഉണ്ടാകുക, പക്ഷേ അടുത്ത ആഴ്ച ഫുൾ ഡേ ആയിരിക്കും. ഈ 5 ദിവസം നമ്മൾ ഈ ടീം ഒരുമിച്ച് ഒരു ലൈഫ് ലാബിലൂടെ കടന്നു പോകാണ്. നിങ്ങളിൽ നിന്ന് ചിലത് ഞങ്ങൾ പഠിക്കും, ഞങ്ങളിൽ നിന്ന് ചിലത് നിങ്ങൾ പഠിക്കും. ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് സമ്മാനം. ഇതെന്താണെന്നറിയാം? ജിമ്മിന് പോകുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഇതെന്താ? ദിസ് ഈസ് കോഴിമുട്ട അല്ലേ? എന്താ ഈ കോഴിമുട്ടയുടെ പ്രത്യേകത? പല പ്രത്യേകത ഉണ്ട്. ഈ കോഴിമുട്ട 2 തരത്തിൽ പൊട്ടിക്കാൻ പറ്റും. എങ്ങനെ 2 തരത്തിൽ പൊട്ടിക്കുക? ഒന്ന് എറിഞ്ഞ് പൊട്ടിക്കുക, പിന്നെ ഒന്ന് കത്തി കൊണ്ട് പൊട്ടിക്കുക. അതല്ല ഉദ്ദേശിച്ചത്. ഒന്ന് എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഇത് പൊട്ടിക്കാം, മറ്റൊന്ന് ഇൻറ്റേർണൽ ഫോഴ്സ് കൊണ്ട് പൊട്ടിക്കാം. അഥവാ ഈ കോഴിമുട്ടയുടെ ഉള്ളിൽ നിന്നും കോഴിമുട്ട പൊട്ടും, കോഴിമുട്ടയുടെ പുറത്ത് നിന്നും കോഴിമുട്ടയെ പൊട്ടിക്കാൻ പറ്റും. അമ്മ കറക്റ്റ്? ഇതാണ് 2 തരം. പുറത്ത് നിന്നാണ് പൊട്ടിക്കുന്നതെങ്കിൽ ഈ കോഴിമുട്ട പിന്നെ ഓംപ്ലേറ്റ് ആകും, അല്ലേ? ഓംപ്ലേറ്റ് ആകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആകും, മറ്റുള്ളവരുടെ തീന്മേശയിലെ ഏറ്റവും നല്ല വിഭവമായിട്ട് മാറും. എന്നാൽ ഈ കോഴിമുട്ട പൊട്ടുന്ന അകത്ത് നിന്നാണെങ്കിൽ ഈ കോഴിമുട്ട പിന്നെ എന്താകുക? ചെൽമി ലവ്ലി, എന്താ പറയാത്ര മടി? എന്താ? ഒരു കോഴിക്കുഞ്ഞാകുന്നു. യെസ് പറഞ്ഞോ? അല്ലേ? ഒരു കോഴിക്കുഞ്ഞാകുന്നു. പുറത്തുനിന്ന് പൊട്ടുമ്പോൾ മറ്റുള്ളവൻ്റെ തീന്മേശയിലെ ഒരു ഐറ്റമായി മാറുമ്പോൾ, അകത്ത് നിന്ന് പൊട്ടുമ്പോൾ ഒരു പുതിയ ജീവിതമായി മാറുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഈ കോഴിമുട്ടക്കുള്ളിൽ എത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ട്? ഒരു കോഴിക്കുഞ്ഞല്ലേ? തെറ്റി. ആ ഒരു കോഴിക്കുഞ്ഞിന് ഒരുപാട് കോഴിമുട്ടകൾ ഉൽപ്പാദിപ്പിക്കാം, അതിൽ നിന്നും ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളെയും ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ പുറമേ നിന്ന് പൊട്ടിയാൽ ഒരു നിമിഷത്തെ ഒരു ഓംപ്ലേറ്റായി മാത്രം മാറുന്ന ഈ കോഴിമുട്ട അകത്ത് നിന്ന് പൊട്ടുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും ലൈഫ്സ്, ജീവിതങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. സോ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നമുക്ക് മോട്ടിവേഷൻ 2 തരത്തിലുണ്ടാവും. 2 തരത്തിലുള്ള മോട്ടിവേഷൻസ് ഉണ്ട്. ഒന്ന് ഇൻറ്റേർണൽ മോട്ടിവേഷൻ, മറ്റൊന്ന് എക്സ്റ്റേണൽ മോട്ടിവേഷൻ. ഞാനൊക്കെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഇങ്ങനെ ലോറ് കണക്കിന് കൊടുക്കുന്ന ആളുകളാണ്. എക്സാമിന് തൊട്ട് മുമ്പ് മോട്ടിവേഷൻ കൊടുക്കാൻ പോവുക. ഇന്ന് തന്നെ ഇപ്പോൾ 2-3 പ്രോഗ്രാം ഉണ്ട് മോട്ടിവേഷൻ കൊടുക്കല. ഈ എക്സ്റ്റേണൽ മോട്ടിവേഷൻ കൊണ്ട് എന്താ ഗുണം? എൻ്റെ തീന്മേശയിൽ എനിക്ക് നല്ല വിഭവം ഉണ്ടാവും. നിങ്ങൾക്കുണ്ടാവോ? ടെൽമി ഉണ്ടാവോ? പിന്നെ എന്തിനാ നിങ്ങൾ കേൾക്കാൻ വന്നിരിക്കണേ? അതൊരു പ്രചോദനമായി നിങ്ങളുടെ ഉള്ളിൽ നിന്നും സംതിങ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. നമ്മുടെ ഉള്ളിൽ നിന്നും ആ മോട്ടിവേഷൻ പുറത്തേക്ക് വരണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കോഴിമുട്ട വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്നും ഒരു ഫോഴ്സ് വരുമോ? വരും, നല്ല സ്മെല്ല് വരും, അല്ലേ? ഇതിനെ ഇൻക്യുബേറ്ററിലിടണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കോഴി അടയിരിക്കണം. അങ്ങനെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇൻറ്റേർണൽ മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഇത് പൊട്ടി പുറത്തേക്ക് വരുന്നത്, അപ്പോഴാണ് ഒരു കോഴിക്കുഞ്ഞുണ്ടാകുന്നത്. അങ്ങനെയാണ് കോഴിക്കുഞ്ഞുകളിൽ നിന്നും കുറേ കോഴിമുട്ടകൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നതും അത് തന്നെയാണ്.
നിങ്ങളുടെ ഇൻറ്റേർണൽ മോട്ടിവേഷൻ, ഇൻറ്റേർണലായിട്ട് ഇൻട്രൻസിക് ആയിട്ടുള്ള മോട്ടിവേഷനാണ് ഉണ്ടാകേണ്ടത്. അതിന് ഒരു അടയിരിക്കുന്ന തള്ളക്കോഴിയെ പോലെ, അല്ലെങ്കിൽ ഒരു ഇൻക്യുബേഷൻ സെൻറ്ററിലെ ഇൻക്യുബേഷൻ പ്രോസസ്സ് പോലെയാണ് സ്കില്ലേജ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. സോ ദി റെസ്പോൺസിബിലിറ്റി ഈസ് വിത്ത് യു. നിങ്ങൾ എത്രമാത്രം ഗ്രോ ചെയ്യണം, എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഏതർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്, നിങ്ങളുടെ മാത്രം പ്രചോദനമാണ്, നിങ്ങളുടെ മാത്രം എഫേർട്ടാണ്. അതിനെ ഒരു ഇൻക്യുബേറ്റർ പോലെ, അല്ലെങ്കിൽ ഒരു അടയിരിക്കുന്ന തള്ളക്കോഴിയെ പോലെ സപ്പോർട്ട് ചെയ്യാൻ, താങ്ങും തണലായി നിൽക്കാൻ, ഒരു ചെറിയൊരു ഗൈഡൻസ് നൽകാൻ മാത്രമേ സ്കില്ലേജിനോ ഞങ്ങൾക്കോ കഴിയുകയുള്ളൂ. സോ നാളെ 6 മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ അടുത്ത നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് എത്രമാത്രം ചേഞ്ച് ഉണ്ടാകുന്നു എന്നുള്ളത് ഇറ്റ്സ് പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഇൻറ്റേർണൽ മോട്ടിവേഷൻ. Am I correct? Loudly. So the responsibility is with you. Take the responsibility to grow more, and then everyone, please, warm welcome to the Skill Edge. അപ്പോൾ നിങ്ങളുടെ ഈ സ്കിൽ ഏജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും. ഓൾറെഡി ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വഴിത്തിരിവാണ്. ഞാനിങ്ങനെ നേഹയെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു. നേഹയ്ക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒരു സെഷൻ ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ പബ്ലിക് സ്പീക്കിങ്ങിന് ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷനിൽ ഞങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ നിന്നിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചപ്പം ബേജാറായിട്ട് ഇങ്ങനെ വിറച്ച് ഓടിയ നേഹ ഇന്നും ഇതിന് മുമ്പ് വേറെ ചോടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് കുറച്ച് ബേജാറൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഷിവറിങ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രോബ്ലം അല്ല. ഷി ഹാസ് ഡൺ. ആം ഐ കറക്റ്റ്? യെസ് ഓർ നോ? ദാറ്റ്സ് ഗ്രേറ്റ്. ഇവിടെ സംസാരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഒന്നുമല്ല, ഇറ്റ്സ് പാത്ത് ഓഫ് ഗ്രോയിങ് ആണ്. അപ്പം നേഹയ്ക്ക് സെൽഫായിട്ടൊരു താല്പര്യം വന്നു, എനിക്ക് ചെയ്യണമെന്ന്. വി ആർ ഗിവിങ് ദി ഓപ്പർച്യൂണിറ്റി. അപ്പോൾ വേറെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഓരോ ആളുകൾക്ക് കിട്ടും. അപ്പോൾ ആർക്കാണോ ഇൻറ്റേർണലി മോട്ടിവേഷൻ ഉള്ളത് അവർക്കായിരിക്കും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുക. അങ്ങനെ എല്ലാവരുടെയും ലൈഫിൽ ഒരു വലിയ മാറ്റത്തിനുള്ള തിരികൊളുത്താൻ സ്കില്ലേജിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കില്ലേജിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. നമ്മുടെ സ്കില്ലേജിൻ്റെ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.